Hi, Namaskaram. Welcome to my channel. Let's talk. So, let's discuss about menopause. ആർത്തവ വിരാമത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം അല്ലേ. അപ്പം എല്ലാവർക്കൊക്കെ അറിയാവുന്നതാണ്, സ്ത്രീകൾ എസ്പെഷ്യലി 40 കഴിഞ്ഞിട്ടുള്ള 55 വരെയുള്ള ആ സമയത്താണ് ഈ ആർത്തവ വിരാമം എന്ന് പറയുന്ന മെനോപോസിന്റെ ആ സമയം. സോ ഇതിനോട് അനുബന്ധിച്ച് ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന വളരെയേറെ അസ്വസ്ഥതകൾ, മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് ദേ ആർ അണ്ടർഗോയിങ് ത്രൂ. സോ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഹോട്ട് ഫ്ലാഷസ്, പെട്ടെന്ന് ബോഡി ചൂടാവുക, തണുക്കുക. ഓക്കെ, രാത്രിയിലൊക്കെ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ അത് മാറ്റുക, പിന്നെ തലവേദന ഉണ്ടാവുക, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകുക, പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് തോന്നുക, ആൻസൈറ്റി ഉണ്ടാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, അകാരണമായ ചിന്തകൾ ഉണ്ടാവുക, സ്കിന്നിൽ റാഷസ് ഉണ്ടാവുക, സ്കിൻ ഡ്രൈ ആയി പോവുക, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. സോ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഈ ഹോർമോണിന്റെ ആക്ടിവിറ്റീസ് വളരെ കുറയുന്നു. കാരണം ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എല്ലാം വളരെ കുറയുന്നു, അതിന്റെ അളവ് വളരെ കുറയുവാണ്. അപ്പം മനുഷ്യന് ഓട്ടോമാറ്റിക്കലി സ്ത്രീകളുടെ ശരീരത്തിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അത് അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഹോർമോണുകൾ, ഇതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സോ ഒരു കുട്ടി മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്യുമ്പോൾ, അതായത് ഒരു 10-12 വയസ്സിലാണല്ലോ ഈ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഒരു എഗ്ഗ് ഉണ്ടാകുക, ഒരു ഓവോ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ഹോർമോൺസിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈസ്ട്രോജൻ എസ്പെഷ്യലി, പിന്നെ പ്രോജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ, അങ്ങനെ പല ഹോർമോണിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സോ ഇത് ഏജിങ്ങിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ മെനോപോസ്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഈ സ്റ്റേജസ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസ് റെഡ്യൂസ് ആകുന്നു. സോ ഇങ്ങനെയുള്ള സമയത്ത് ഈ 40+ കഴിയുമ്പോഴേക്കും വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. എസ്പെഷ്യലി ഹസ്ബൻഡ്, അല്ലെ മക്കള്, മരുമക്കള്, അങ്ങനെയുള്ളവർ, അല്ലെ കൂടെ ഉള്ളവർക്കെല്ലാം ഈ സ്ത്രീയുടെ അതല്ലെങ്കിൽ ഈ നമ്മളെ പോലുള്ള സ്ത്രീകളുടെ മാനസിക നില ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് അവർക്കും പലതും ചെയ്യേണ്ടി വരും അല്ലേ. അതിനുവേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെ അവരോട് സംസാരിക്കുക, ഓപ്പണായിട്ട് അവരെ വെളിയിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഏർപ്പെടുവാനായിട്ട് സ്ത്രീകൾ ശ്രമിക്കണം. സോ സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്റ്റേജ് വരുന്നതിന് മുൻപേ തന്നെ ഒരു 35+ ആകുമ്പോഴേക്കും നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇറിറ്റേഷൻ ഉണ്ടാകും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സ്കിൻ ഡ്രൈനെസ് ഉണ്ടാകും, ഹോട്ട് ഫ്ലാഷസ് ഉണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനോടോ ഒക്കെ സംസാരിച്ച് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും മാറ്റി എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ധാരാളം വീഡിയോ അവൈലബിൾ ആണ്, അതെല്ലാം ഒന്ന് കണ്ടാൽ എങ്ങനെ നമുക്കിതിനെ മാനേജ് ചെയ്യുക ഈ സമയം. എസ്പെഷ്യലി മെഡിറ്റേഷൻ, യോഗയൊക്കെ ചെയ്യുമ്പോഴേക്ക് കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും. വാക്കിംഗ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചെറിയ മസിലിന്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു വരും. ഓസ്റ്റിയോപോറോസിസ്, ലൈക്ക് അസ്ഥി ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കുറയുക. അപ്പം ഇതെല്ലാത്തിനും വേണ്ടിയുള്ള ഫുഡുകൾ, അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കുക. അതായത് തൈര്, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, അതിലൊക്കെ ഈ തൈരില്ലാത്തൊക്കെ ധാരാളം കാൽഷ്യം ഉണ്ടല്ലോ. അതുപോലെ തന്നെ ബനാന മാഗ്നീഷ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കുക. പിന്നെ ചിക്ക് പീസ്, കടല, അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക. അതൊക്കെ പ്രോട്ടീൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. സോയ പ്രോഡക്ട്സ് ഒക്കെ നല്ലതാണ്, പക്ഷെ സോയ പ്രോഡക്ട്സ് എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. തൈറോയിഡ്, ഫൈബ്രോയിഡ്, ഇതൊക്കെ ഉള്ളവർക്ക് അത് കഴിക്കാൻ പറ്റില്ല. സോ മറ്റുള്ള പ്രോട്ടീൻസ്, നമുക്ക് വെജിറ്റേറിയൻ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക ഫുഡിനകത്ത്. ധാരാളം ഇലക്കറികൾ കഴിക്കുക. മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ മ്യൂസിക്, അതൊക്കെ ഉണ്ടാകും. ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടായാലും മ്യൂസിക് കേൾക്കുക, നടക്കുക, ഇതെല്ലാം റിലാക്സേഷനുള്ള കാര്യങ്ങൾ. പിന്നെ അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ഇതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മളെ തന്നെ, അതായത് ഈ 40+ ലേഡീസ്, അല്ലെ വിമൻ, നമ്മൾ ഈ ഒരു സ്റ്റേജ് കടന്നു പോകണം. ഇതൊരു ഡിസീസ് അല്ല, ഇതൊരു സിക്നസ് അല്ല, ഇതൊരു പാർട്ട് ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ ഒരു ഏജിങ്ങിന്റെ ഒരു സ്റ്റെപ്പാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്.